ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു സാധനം ഇട്ടോ ഉണ്ടാക്കാൻ പോണേ. അതെന്താണെന്ന് നിങ്ങൾ ഗസ് ചെയ്ത് പറയണേ. ആദ്യം നമ്മളിങ്ങനെ ഉരുട്ടിപ്പരത്തി സ്കെച്ച് ചെയ്തെടുത്ത് പിന്നെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അതിൽ സ്ക്രാച്ച് ചെയ്ത് നമ്മൾ ഈ റോൾ ചെയ്ത് വെച്ചത് അതിൽ ചുറ്റി കിടക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ടൂൾ ഉപയോഗിച്ച് തേച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ അടിയിലും ചെയ്യുന്നുണ്ടേ. പിന്നെ നമ്മളത് വെള്ളം തേച്ച് നന്നായിട്ട് സ്മൂത്ത് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അത് വെള്ളം തേച്ച് റൗണ്ട് ഷേപ്പിലാക്കി സ്മൂത്താക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളതൊന്ന് സ്ക്രാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് വേറൊരു ക്ലേ എടുത്ത് ഉരുട്ടി റോളാക്കി അതിൻ്റെ പുറത്ത് സെക്കൻഡ് ലെയർ ആയിട്ട് വെക്കുന്നത് അതാട്ടോ. അതും നമുക്ക് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് സ്മൂത്താക്കി എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ വേറൊരു ക്ലേ എടുത്ത് അത് ഉരുട്ടി എടുക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ മൂന്നാമത്തെ ലെയർ ആയിട്ട് വെക്കാനായിട്ട്. അപ്പോൾ അതിനെ സ്ക്രാച്ച് ചെയ്ത് കൊടുത്തിട്ട് അത് നേരെ അതിൻ്റെ അടുത്ത് മുകളിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ പൊട്ടിപ്പോയ വശങ്ങളും ക്ലേ പോരാത്ത വശങ്ങളും എല്ലാം വേറെ ക്ലേ എടുത്ത് അതിൽ തേച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തായിട്ട് ചെയ്യുന്നത് അതിൻ്റെ മുകളിലത്തെ ഭാഗമാണേ. അതിന് നമ്മൾ കുറച്ച് ക്ലേ എടുത്ത് ഉരുട്ടി അടുക്കൊരു ഹോള് പോലെ ആക്കുക. ഇത് കുറച്ച് വലുതാക്കി കൊടുക്കുക. അല്ലെ ഇതും കൂടെ നമ്മൾ അതിൻ്റെ പൊക്കത്തട്ട് കൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വെള്ളം തൊട്ട് സ്മൂത്താക്കി എടുക്കുകയാണ് ചെയ്യണേ. പിന്നെ നമ്മൾ വെള്ളം തൊട്ടിട്ട് അതിൻ്റെ എല്ലാ ഭാഗവും ഇതുപോലെ സ്മൂത്താക്കി എടുക്കാം കേട്ടോ ചെയ്യുന്നത്. സ്മൂത്താക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മിനുക്ക് പണി ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്ലേ എടുത്ത് ഇതുപോലെ ഉരുട്ടി ചെറിയ ബോളാക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ കണ്ണിൻ്റെ ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ട് വെള്ളം തേച്ച് സ്മൂത്താക്കി എടുക്കാം കേട്ടോ ചെയ്യുന്നത്. അത് രണ്ടെണ്ണം ചെയ്യുന്നുണ്ടേ. എന്നിട്ട് നമ്മൾ ടൂൾ ഉപയോഗിച്ച് സ്ക്രാച്ച് ചെയ്തിട്ട് ഈ രണ്ടും അതിൻ്റെ കണ്ണിൻ്റെ സ്ഥാനത്ത് വെച്ച് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. പിന്നെ എനിക്ക് തോന്നി അതിൻ്റെ ചുണ്ട് കൂടെ വെച്ച് കൊടുക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ക്ലേ ഉരുട്ടി നീളത്തിലാക്കിയിട്ട് അത് കൂടെ വെച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് അതിനെ കുറച്ചുകൂടെ ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് ഒരു ഫ്ലവർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ഇതിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിന് വെള്ളം തേച്ച് സ്മൂത്താക്കി എടുക്കാം കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അത് നമ്മൾ ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാട്ടോ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. അപ്പോൾ ഇത് എന്തിനാണ് യൂസ് ആക്കാമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എന്തിനാണ് യൂസ് ആക്കിയെന്ന് ഇത് കളർ ചെയ്യുന്ന വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മളുടെ അവക്കാഡോന് എന്താ കളർ അടിക്കാത്ത, അത് ഉണങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഉണങ്ങി സെറ്റായിരിപ്പുണ്ട്. അത് കളർ അടിക്കുന്ന വീഡിയോ ഉടൻ തന്നെ വരും കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ.